അദാനി ഗ്രൂപ്പിൽ തലമുറ മാറ്റത്തിന് കളമൊരുങ്ങുന്നു. 2030കളുടെ തുടക്കത്തിൽ അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണം മക്കളിലേക്ക് കൈമാറുമെന്നാണ് ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിൽ ഗൗതം അദാനി പറഞ്ഞിട്ടുള്ളത്. 62കാരനായ ഗൗതം അദാനി 70 വയസ്സാകുമ്പോഴേക്കും ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞേക്കുമെന്നാണ് സൂചനയും. എന്നാൽ ഇത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് ഔദ്യോഗിക വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. ബിസിനസ് സുസ്ഥിരതയ്ക്ക് പിന്തുടർച്ച വളരെ പ്രധാനമാണ്. ക്രമാനുഗതവും സ്വാഭാവികവുമായ വളരെ ചിട്ടയായ പരിവർത്തനത്തിനായുള്ള തിരഞ്ഞെടുപ്പ് രണ്ടാം തലമുറയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നാണ് ഗൗതം അദാനി പറഞ്ഞത്. തുറമുഖങ്ങൾ, ഷിപ്പിംഗ്, സിമന്റ്, സൗരോർജ്ജം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ ബിസിനസ്സിനുടനീളം വ്യാപിച്ചു കിടക്കുന്ന ലിസ്റ്റ് ചെയ്ത 10 സ്ഥാപനങ്ങളിൽ ആകെ $213 ബില്യൺ വിപണി മൂലധനമാണ് അദാനി ഗ്രൂപ്പിനുള്ളത്. 2 ആൺമക്കളാണ് ഗൗതം അദാനിക്കുള്ളത്, കരൺ അദാനിയും ജീത് അദാനിയും. അവരെ കൂടാതെ പ്രണവ്, സാഗർ എന്നീ അനന്തരവന്മാരും അദാനി ഗ്രൂപ്പിന്റെ തലപ്പത്തുണ്ട്. ഗൗതം അദാനി സ്ഥാനമൊഴിയുന്നതോടെ ഇവരിലേക്കായിരിക്കും ഗ്രൂപ്പിന്റെ നിയന്ത്രണം കൈമാറുക. അദാനി ഗ്രൂപ്പിന്റെ വിപുലമായ ബിസിനസ്സുകൾ വിഭജിച്ച് വേർപിരിഞ്ഞ് പോകണോ അതോ ഒരുമിച്ച് നിൽക്കണോ എന്ന് 4 പേരോടും ഗൗതം അദാനി ആശയവിനിമയം നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. എന്നാൽ ഗൗതം അദാനി സ്ഥാനമൊഴിഞ്ഞാലും ഒരു കുടുംബമായി ഗ്രൂപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് 4 പേരും പറഞ്ഞ മറുപടി. ഇതാണ് ലഭിക്കുന്ന വിവരങ്ങളും. അതേസമയം അദാനി ഗ്രൂപ്പിന്റെ അടുത്ത ചെയർമാനാകാൻ കൂടുതൽ സാധ്യത ഗൗതം അദാനിയുടെ മൂത്ത മകനും നിലവിൽ അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടറുമായ കരൺ അദാനിക്ക് തന്നെയാണ്. ജീത് അദാനി നിലവിൽ അദാനി എയർപോർട്സ് ഡയറക്ടറാണ്. അദാനി എന്റർപ്രൈസസിന്റെ ഡയറക്ടറാണ് പ്രണവ്. സാഗർ ആകട്ടെ അദാനി ഗ്രീൻ എൻജിനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും. സോപ്പും എണ്ണയും, ഹാൻഡ് വാഷും, അരിയും കൽക്കരിയും വൈദ്യുതിയും വിൽക്കുന്നത് മുതൽ റോഡ് നിർമ്മാണം, വിമാനത്താവളങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം, തുറമുഖങ്ങളുടെ നിർമ്മാണവും നിയന്ത്രണവും വരെ നിർവഹിക്കുന്ന ബിസിനസ് സാമ്രാജ്യമാണ് അദാനി ഗ്രൂപ്പിന്റേത്. അദാനി എന്റർപ്രൈസസ് ഇക്കഴിഞ്ഞ ജൂൺ പാദത്തിൽ 116% കുതിപ്പോടെ 1.455 കോടി രൂപയുടെ ലാഭം നേടിയിരുന്നു. അതിനാൽ പ്രണവിനും ചെയർമാൻ സ്ഥാനത്തേക്ക് മുൻഗണനയുണ്ട് എന്നാണ് വിവരവും. 1988ലാണ് ഗൗതം അദാനി ഗ്രൂപ്പിന് തുടക്കമിടുന്നത്. കമ്മോഡിറ്റി വ്യാപാരത്തിൽ തുടങ്ങിയ അദാനി ഗ്രൂപ്പ് കണ്ണടച്ച് തുറക്കും മുമ്പാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഇടം നേടിയത്. അംബാനിക്ക് തൊട്ടു പിന്നാലെയാണ് അദാനിയുടെ സ്ഥാനമുള്ളതും. ബ്ലൂംബെർഗിന്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം $11,000 കോടി ആസ്തിയുള്ള ഗൗതം അദാനി ലോകത്ത് 12ാമതും, $11,300 കോടി ആസ്തിയുള്ള മുകേഷ് അംബാനി 11ാമതുമാണ്. കൂട്ടായ തീരുമാനവും തുടരും. ഗൗതം അദാനി തലപ്പത്തു നിന്ന് ഇറങ്ങിയാലും നിർണായക തീരുമാനങ്ങൾ ഗ്രൂപ്പിലെ കൂടിയാലോചനകളിലൂടെ കൈക്കൊള്ളുന്ന നിലവിലെ രീതിക്ക് മാറ്റം ഉണ്ടാകില്ല എന്നും മക്കൾ നേരത്തെ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതിസന്ധികളുണ്ടോ പരിഹരിക്കാനും പുതിയ പദ്ധതികളും നിക്ഷേപങ്ങളും ആസൂത്രണം ചെയ്യാനും ഇതേ രീതി തന്നെ തുടരും. എന്നാൽ കൽക്കരി ഖനനത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ച് അദാനി ഗ്രൂപ്പിനെതിരെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഗ്രൂപ്പിനെ ഏറ്റവും അധികം വലച്ചത് അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലർമാരുമായ ഹിൻഡർബെർഗ് തൊടുത്തുവിട്ട ആരോപണങ്ങളായിരുന്നു. വിദേശത്ത് കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം ഗ്രൂപ്പ് കമ്പനികളിലെ ഓഹരികളിൽ നിക്ഷേപം നടത്തി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചുവെന്നും ആ ഓഹരികൾ ഈടുവെച്ച് നേട്ടമുണ്ടാക്കിയെന്നുമായിരുന്നു പ്രധാന ആരോപണം. ഈ ആരോപണങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് അദാനി പുതുതലമുറയ്ക്ക് കൈമാറുന്നത്.